മറ്റൊരാൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ വിജയിയാക്കാൻ പോവുകയാണ്. മറ്റൊരാൾക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത റെക്കോർഡ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുക ഒരു ഗിന്നസ് റെക്കോർഡ് പോലുള്ള വിഷയത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഒരിക്കലുമല്ല. നിന്റെ ജീവിതം പലരാലും മുറിവേൽപ്പിക്കപ്പെട്ടതും പലരാലും തകർക്കപ്പെട്ടതും പലരാൽ ഉലയപ്പെട്ടതുമായിരിക്കാം. പക്ഷേ ഇനി മറ്റുള്ളവർ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാലും തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിനെ വഴക്കാൻ നോക്കിയാലും ആ നിലയിലൊന്നും പിടികൊടുക്കാൻ സാധ്യമാകാത്ത ഒരു അതിശയമായി ദൈവം നിങ്ങളുടെ ജന്മത്തെ മാറ്റുമെന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇന്ന് വരെ നിലനിന്നിരുന്നതായ പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു യാത്രയുണ്ട്. നിങ്ങൾ ഇന്ന് വരെ ആയിരുന്ന ആ ഒരു ചട്ടക്കൂടിൻ്റെ അതീതമായ തലത്തിലേക്ക് നിനക്കൊരു വളർച്ചയുണ്ട്. ഇനിയും ആ കൂട്ടിൽ നീ ഒതുങ്ങത്തില്ല. ഇനിയും ആ പിടിക്കകത്ത് നിന്നെ കിട്ടത്തില്ല. നിനക്ക് ദൈവം നൽകാൻ പോകുന്ന ഈ വളർച്ചയെ ചിലർ കൈയെത്തി പിടിക്കാൻ നോക്കിയാലും അവർക്ക് മനസ്സിലാകും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഈ നിലയിൽ ദൈവം നിന്നെ മാനിക്കുമെന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിസമഗ്രമായ വിശാലതയെ ജീവിതത്തിൽ പ്രാപിപ്പാൻ തയ്യാറായിക്കോ. ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവാലോചനയ്ക്ക് വേണ്ടി, ഇന്നത്തെ പ്രവചനദൂതിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എല്ലാ സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സർവശക്തിയും അധികാരവും നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ എൻ്റെ സ്നേഹവന്ദനം. അരിമത്യയിലെ ജോസഫിൻ്റെ കല്ലറയ്ക്ക് 3-ാം നാൾ പറയാനുണ്ടായിരുന്ന സാക്ഷ്യം ഞാനീ പറഞ്ഞതാണ്. ഇനിയും കുരിശെ തറയ്ക്കാനും ഇനി കൈകാലുകളിൽ ആണിയടിക്കാനും ഒരിക്കൽ കൂടെ വിവസ്ത്രനാക്കി അവഹേളിക്കാനും കാര്യങ്ങൾ മനസ്സിലായി വരുന്നല്ലേ. ഒരിക്കൽ കൂടെ മുൾക്കിരീടം തറച്ച് ആ തലയെ മുറിവേൽപ്പിക്കാനും ഒരിക്കൽ കൂടെ തുപ്പാനും ചവിട്ടാനും തൊഴിക്കാനും തക്കവണ്ണം അവനെ നിങ്ങൾക്കിനി കിട്ടത്തില്ലെന്ന് തുറക്കപ്പെട്ട കല്ലറയുടെ കവാടം ലോകത്തോട് പറയുന്നു. ഇന്നലകളിൽ അനുഭവിച്ച സകല ദുരിതങ്ങൾക്കും അപ്പുറത്ത് നിന്റെ ജീവിതത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ളതായ ഒരു ദൂത് ലോകത്തോട് പറയാൻ കർത്താവ് ചില സാഹചര്യങ്ങളെ സന്നദ്ധമാക്കി നിർത്തിയിരിക്കുകയാണ്. അന്വേഷിച്ച് പിടിച്ചു വരുമ്പോൾ അയ്യോ അവരില്ല, അവരൊക്കെ രക്ഷപ്പെട്ടു പോയി, അവരിപ്പോൾ ഇവിടെങ്ങുമല്ല എന്നിങ്ങനെ നിങ്ങളെക്കുറിച്ച് പറയുന്ന നിലയിൽ സവിശേഷമായൊരു ജീവിതാഭിവൃദ്ധി പ്രാപിച്ച് ജീവിതത്തിൻ്റെ ഗതി തന്നെ നല്ല നിലയിലേക്ക് മാറിയവരുടെ കൂട്ടത്തിൽ ദൈവം നിന്റെ ഭാവിയെയും ഇപ്പോഴത്തെ ജീവിതത്തെയും വിശാലമാക്കാൻ പോകുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഒരു ഇടയ ചെറുക്കൻ ഒരു കാട്ടിൽ കിടക്കുമ്പോൾ അവനെ എല്ലാവരും വിളിച്ചു, ആടൊക്കെ എങ്ങനെയുണ്ട്, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, എടാ പോടാ വിളിച്ച് അവൻ്റെ പിന്നാലെ കാട്ടുകനികളും പറിച്ചു തിന്ന് നടന്ന് അവനെ ഒരു കന്നാലികളെ നോക്കുന്നവനായി മാത്രം കണ്ട ഒരു സാമൂഹിക കാഴ്ചപ്പാടിന് നടുവിലാണ് ദൈവം ആ ചെറുപ്പക്കാരനെ ഒരു രാജസിംഹാസനം പണിതിട്ടിട്ട് അവിടേക്ക് രാജാവാകാൻ വിളിച്ചത്. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? അവഹേളനകളുടെയും താടനങ്ങളുടെയും അതിനിന്ദകളുടെയും രാപകലുകളിലൂടെ കരഞ്ഞു നടന്നവനെ ഒരു ദിവസം ദൈവം വിളിച്ചു. സവിശേഷമായി നിന്റെ പിതാക്കന്മാർക്കും ആർക്കും പ്രാപിപ്പാൻ കഴിയാത്തൊരനുഗ്രഹം നിന്റെ ഭാവിയുടെ മേൽ ഞാൻ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് ദൈവം അവനോട് പറഞ്ഞു. ഇന്നത്തെ ആലോചന നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പോലും എത്തിപ്പിടിക്കാനും സ്വപ്നം കാണാനും നിന്നെക്കുറിച്ച് കഴിയാത്ത അത്ര ഉന്നതമായ ഒരു മഹത്തരമായ ഇടം ദൈവം നിനക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് പറയാനാണ് കർത്താവിനെ അയച്ചിരിക്കുന്നത്. നീ ഏറ്റ നിന്ദകൾക്കപ്പുറത്ത് മഹത്തരമായൊരു ഭാവി ദൈവം നിന്നെ നോക്കി രൂപകൽപ്പന ചെയ്തിരുന്നെന്ന്, നിന്റെ അളവിന് പണിതൊരു കിരീടവും മോതിരവും ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന്. എൻ്റെ കർത്താവേ, നീ എത്ര വലിയവനാ! ദൈവം അത് ചെയ്യാൻ പോവാണ്. താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ച് കേട്ടോ, ഈ അവസ്ഥയെ ദൈവം അങ്ങോട്ട് മാറ്റിക്കഴിയുമ്പോൾ, ആ ഒരു ഉയർച്ചയുടെ തലത്തിലേക്ക് ചെന്ന് കയറി കഴിയുമ്പോൾ പണ്ടുണ്ടായിരുന്നവർക്ക് രാജാവായവനെ എടാപോടാ വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. നിങ്ങളാണെ പേടിക്കില്ലേ ഒന്ന് വിളിക്കാൻ? ഒന്നും മടിക്കില്ലേ വിളിക്കാൻ? അതെ, ഇന്നലെ വരെ യാതൊരു മടിയും കൂടാതെ നിന്നെ നിസ്സാരക്കാരൻ എന്ന നിലയിൽ സംബോധന ചെയ്തവൻ്റെ അധരങ്ങളൊക്കെയും ആ നാവിൽ ആ വാക്കെടുത്ത് ഉപയോഗിക്കാൻ പരിഭ്രമിക്കുന്ന നിലയിൽ ദൈവം നിന്റെ രാശിയെ മാറ്റും.
നിന്റെ ജീവിത നിലകൾക്ക് മാറ്റം വരും. ഗ്ലോറി ടു ജീസസ്. ദൈവം നിന്റെ മണ്ഡലങ്ങളെ ഇതുവരെ കാണാത്ത നിലയിൽ തൻ്റെ സർവശക്തി കൊണ്ട് വിപുലമാക്കാൻ പോവുകയാണ്. നിന്റെ വ്യവഹാര മണ്ഡലങ്ങൾ മാറും. നീ ഇടപെടുന്ന മേഖലകൾ, നീ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, നിന്റെ വരുമാന സ്രോതസ്സുകൾ, നിന്റെ ജീവിത അഭിവൃദ്ധിയുടെ മേഖലകൾ, ഇതിൻ്റെ മേലെല്ലാം സർവശക്തൻ്റെ വിശാലതയുടെ കയ്യൊപ്പ് വീഴും. അങ്ങനെ ഇന്നലെ വരെ നിങ്ങൾക്ക് പോലും കാണുവാൻ കഴിയാതെ പോയൊരു സ്വപ്നത്തിൻ്റെ പുതിയ സന്തോഷങ്ങളെ നിങ്ങളുടെ ഭാവിയുടെ മേൽ തെളിയിച്ചുകൊണ്ട് ദൈവം തൻ്റെ വിശ്വസ്തത തെളിയിച്ച് അതിന് അടിവരയിട്ടു പോകും. ഇത് നടക്കും. ദൈവത്തിൻ്റെ വിശാലത ജീവിതത്തിൽ വെളിപ്പെടുന്ന സമയത്തോടകം മഹത്തരമായ യാത്രയിൽ നാം പിന്നിടേണ്ടതായ ദൂരവും നാം കംപ്ലീറ്റ് ചെയ്യേണ്ടതായ ഒരു ടാസ്കുമുണ്ട്. അത് എത്ര വേഗം, എത്ര നന്നായി നമ്മൾ ക്ലിയർ ചെയ്യുന്നു, അത്ര വേഗത്തിൽ നമുക്ക് കിരീടം പ്രാപിക്കാൻ പറ്റും. അത്ര വേഗത്തിൽ നമുക്ക് അനുഗ്രഹീതരാകാൻ കഴിയും. അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലത്തെ ദൈവാലോചന പറഞ്ഞ് അവസാനിപ്പിച്ചത് നല്ല പോരാട്ടം നടത്തുന്നതിനെക്കുറിച്ചാണ്. ജീവിത വിപുലീകരണത്തിന് വേണ്ടി നല്ല നിലയിൽ പോരാടണം എന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. വെറുതെ കിടന്ന് കഷ്ടപ്പെടരുത്. എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു, അതിൽ എന്തിനു വേണ്ടി പോരാടുന്നു, എന്തിനു വേണ്ടി പോരാടരുത്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തിനു വേണ്ടി കഷ്ടപ്പെടണം, എന്തിനു വേണ്ടി കഷ്ടപ്പെടരുത്, എന്തിനു വേണ്ടി ചിലവഴിക്കണം, എന്തിനു വേണ്ടി ചിലവഴിക്കരുത് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള തികഞ്ഞ അവബോധം നിന്റെ ജീവിതത്തിൽ വേണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. അതിനെ എല്ലാം ഒന്ന് സാംശീകരിച്ചുകൊണ്ട് ഇന്നത്തെ ആലോചന പിന്നെയും മുന്നോട്ട് നീങ്ങുകയാണ്. മഹത്തരമായ ദൈവമൊരുക്കുന്ന പുതുഭാവിയിലേക്കുള്ള നിങ്ങളുടെ വിശാലമായ യാത്രയെ വിജയപ്രദമാക്കി തീർക്കുന്ന ആ ഒരു കാര്യത്തിൽ നീ പിന്നിടേണ്ടതായ, ഓടിത്തീർക്കേണ്ടതായ ഒരു ദൂരം, അളവ്, അത് എത്രമേൽ വലുതാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഒന്നുകൂടെ തീവ്രമായി പറഞ്ഞാൽ, നിസ്സാരമല്ല ഈ കാര്യമെന്ന്. നടന്ന് തീർക്കാമെന്നോ അല്പം വിശ്രമിച്ചിട്ട് പോകാമെന്നോ ഒക്കെ നിരൂപിച്ചാലും അങ്ങനെ അലസമായി കളയാൻ ഒരു നാഴിക പോലും നിൻ്റെ ജീവിതത്തിലില്ല. നിൻ്റെ ടാസ്കുകളെ, ഇതിൻ്റെ ഗോളുകളെ അച്ചീവ് ചെയ്തിട്ട് നീ വിശ്രമിക്കൂ എന്നുള്ളതായൊരു ധ്വനിയാണ് ഇന്നത്തെ ദൂതിൽ കേൾക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു. നന്നായിട്ട് പോരാടിയത് കൊണ്ടാണ് ദൂരം തനിക്ക് തികയ്ക്കാൻ കഴിഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ വിളിച്ച വിളിയുടെ 10-1 പോലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, അനേകർ അഭിഷേകമുള്ളവരായി ഭൂമിയിലുണ്ട്. പക്ഷെ ദൈവം അവർക്ക് കൊടുത്ത അഭിഷേകത്തിൻ്റെ 1000% പോലും അവർ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരെല്ലാം ഒരു സാധാരണ തസ്തികയ്ക്കകത്ത് പാസ്റ്റർമാരായോ പുരോഹിതരായോ ശുശ്രൂഷകരായോ ഇങ്ങനെ അങ്ങ് ഇരുന്ന് പോവുകയാണ്. അതിനപ്പുറത്ത് ദൈവം തങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഏറ്റവും വലിയ ദൂരം ഓടിത്തീർക്കുന്നതിൽ അവർ വിമുഖത കാണിച്ചുകൊണ്ട്, ഇതൊന്നും എൻ്റെ ജോലിയല്ല എന്നുള്ള മട്ടിൽ ദൈവം തങ്ങൾക്ക് നൽകിയ ഉന്നതമായ ശക്തിയെയും അഭിഷേകത്തെയും കൃപകളെയും അവർ നിസ്സാരമായി കാണുകയാണ്. ദൈവം അത് കംപ്ലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും സഹായിക്കുമെന്നുള്ളതായ ഒരു തെറ്റിദ്ധാരണയിൽ അവർ തങ്ങളെ തന്നെ വിശ്രമിക്കാൻ അനുവദിക്കുകയാണ്. ലോകത്ത് ഒരു പുസ്തകത്തിലും എഴുതി തീർക്കാൻ കഴിയാത്തത്ര അതിശയങ്ങൾ ചെയ്തൊരാളെ എനിക്കറിയാം. അത് കർത്താവായ യേശുവാണ്. യേശു ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ പറയാനും വിവരിക്കാനും പോയാൽ ഇത് ലോകത്തിലെങ്ങും ഒതുങ്ങത്തില്ലെന്ന് എഴുതിയതും വേദപുസ്തകം തന്നെയാണ്. പക്ഷെ അതിനെ യേശു തിരഞ്ഞെടുത്ത ദിവസങ്ങൾ 1000-ൽ താഴെ ദിവസങ്ങളാണ്. അല്ലെങ്കിൽ 1000 ദിവസങ്ങൾ തന്നെ കൂട്ടിക്കോ, 3.5 വർഷം. ഈ 1000 days ടാസ്കിൽ യേശു എന്ന് പറയുന്ന വ്യക്തി ചെയ്തതിനോളം അപ്പുറത്ത് ചെയ്യാൻ ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം യേശു പിന്നിട്ട ദൂരം അത്രമേൽ വലുതായിരുന്നു. ഒരു ജസ്റ്റ് ഉദാഹരണം പറഞ്ഞാൽ, യോർദാനിലേക്ക് സ്നാനമേൽക്കാൻ പോലും അവിടുന്ന് നടന്നു വന്നത് ഇന്നത്തെ കണക്കിനനുസരിച്ചാണെങ്കിൽ 222 കിലോമീറ്ററുള്ള ദൂരം പിന്നിട്ടിട്ടാണ് കർത്താവ് സ്നാനത്തിനുവേണ്ടി വന്നത്. അത്രമേൽ ദൂരം ആ കാലഘട്ടത്തിൽ വാഹനമോ വലിയ ഗതാഗത സൗകര്യങ്ങളോ ഇല്ലാതിരുന്നൊരു സമയത്ത് ഒരുപക്ഷെ നടന്നും അല്ലെങ്കിൽ കഴുതപ്പുറത്ത് പൊക്കിയായിട്ട് യേശു വന്നിട്ടുണ്ടാകാം, നമുക്കറിയില്ല. പക്ഷേ അതിൽ ഇത്രമാത്രം ദൂരം താൻ താണ്ടി എന്നുള്ളത് വസ്തുനിഷ്ഠപരമായൊരു കാര്യമാണ്. നമ്മളെ മുമ്പിൽ നടന്നു പൂർത്തീകരിക്കേണ്ടതായ സമയമുണ്ട്. എന്നാൽ ഓടിച്ചെന്നാൽ മാത്രം നമുക്ക് കിട്ടുന്ന ചില യാത്രാ സംവിധാനങ്ങളുമുണ്ട്. നിങ്ങൾ ഇറങ്ങിയ സമയം വൈകിപ്പോയി, ട്രെയിൻ നിങ്ങൾക്ക് വേണം, നിങ്ങൾ വേഗത്തിൽ വാഹനം ഓടിക്കും. വേഗം അവിടെ ചെന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ഓടും. അവിടെ നിങ്ങൾക്ക് ഷുഗറോ ഉണ്ടോ, BP ഉണ്ടോ, ഡയബറ്റിക് ആണോ, അതാണോ ഇതാണെന്നൊന്നും നോക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏക കാര്യം എത്രയും പെട്ടെന്ന് ട്രെയിൻ കയറുക, ഓടിയേ പറ്റൂ. ഫ്ലൈറ്റ് മിസ്സാകുന്നതിനും അവിടെ ചെല്ലുക.
എക്സാം ഹോളിൽ എല്ലാവരും കയറ്റുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെന്ന് കയറുക. ഇതാണ് നമ്മുടെ മുമ്പിലെ ടാസ്ക്. ആ ടാസ്കിനെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അലസമായിട്ടൊക്കെ പോകാനാണെങ്കിൽ പരീക്ഷ തീരുമ്പോഴേക്കും ചെല്ലാം, നമ്മളിരുമ്പോഴേക്കും വണ്ടി എൻ്റെ വഴിക്ക് പോകും. മിസ് ചെയ്യരുത്. അനുഗ്രഹങ്ങളുടെ സീസൺ മിസ് ചെയ്ത് കളയുന്നവരുണ്ട്. അഭിവൃദ്ധിയുടെ നല്ല നാളുകൾ ജീവിതത്തിൽ ദൈവം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ പാഴാക്കുന്നവരുണ്ട്. ദൈവം ആ കാര്യത്തിൽ ആരോടും പരിഭവം പറയാറില്ല. അങ്ങനെയുള്ളവർ പിന്നീട് ദൈവത്തോട് പരിഭവം പറയുകയാണ് പതിവ്. കർത്താവേ, അന്ന് എനിക്ക് അങ്ങനായിപ്പോയി, ഇങ്ങനായിപ്പോയി, അതായിപ്പോയി, ഇതായിപ്പോയി. പക്ഷെ ദൈവം അപ്പോഴും വിശ്വസ്തനായിട്ട് തന്നെ നിന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത് ചെയ്തിരുന്നു, നീ അത് നേരെ ചുവേ ചെയ്തില്ല. അതെൻ്റെ കുഴപ്പമല്ല. 2 താലന്ത് ലഭിച്ചവൻ 4 ആക്കി, 1 ലഭിച്ചവൻ വെറുതെ മണ്ണിൽ കുഴിച്ചിട്ടു. ദൈവത്തിൻ്റെ കുഴപ്പമല്ല. നിങ്ങളുടെ മുമ്പിലെ ടാസ്കുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നടക്കരുതേ, ഓടാൻ തയ്യാറാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദൂതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകുന്നത്. എത്ര കഴിവുള്ള ഒരാളും കഴിവ് കുറഞ്ഞ ഒരാളെയും നമുക്ക് തിരഞ്ഞെടുക്കാം. വളരെ കഴിവുള്ള ഒരാൾ, വളരെ കഴിവ് കുറഞ്ഞ ഒരാൾ. ഈ 2 വ്യക്തികൾ എൻ്റെ കയ്യിലുണ്ടെന്ന് കരുതുക. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന 2 വ്യക്തികളാണിത്. ഒരാൾ വളരെ കഴിവുള്ളവനാണ്, പ്രതിഭാധനനാണ്, കഴിവുകളും വിദ്യാഭ്യാസവും സമഗ്ര ശേഷിയുമുള്ള ഒരു മനുഷ്യനാണ്. രണ്ടാമത്തെ ആൾ ഈ പറയപ്പെടുന്ന ഒന്നുമില്ലാത്ത ഒരാളാണ്. സ്വാഭാവികമായും ഈ കഴിവുള്ളൊരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. കാരണം ഈ വ്യക്തിയിൽ അത്രയും കഷ്ടപ്പെടേണ്ടതായിട്ടില്ല. എന്നാൽ ഈ 2 വ്യക്തികൾ നിലനിൽക്കുകയിൽ കഴിവ് കുറഞ്ഞ മനുഷ്യൻ ഇയാളെക്കാൾ കൂടുതൽ കഷ്ടപ്പെടാൻ തയ്യാറാകുമ്പോൾ, ഇയാളെക്കാൾ കൂടുതൽ പരിശ്രമിക്കാൻ തയ്യാറാകുമ്പോൾ, 2 പേരും ദൈവത്തിൻ്റെ കൺവെട്ടത്തെ കർത്താവിൻ്റെ പദ്ധതിയുടെ അകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കഴിവ് കുറഞ്ഞ വ്യക്തിയായിരിക്കും. ആര് പരിശ്രമിക്കുന്നോ അവന് കൂടുതലായി നൽകപ്പെടും. ആരധ്വാനിക്കുന്നോ അവൻ്റെ കയ്യിൽ കൂടുതലായിട്ടും നൽകപ്പെടും. ജീസസ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഉള്ളവന് കൂടുതലായി നൽകപ്പെടും, ഇല്ലാത്തവനോടോ ഉള്ളത് കൂടെ എടുത്തു കളയും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു വിരോധാഭാസം തോന്നാം. ഇല്ലാത്തവന് കൊടുക്കുകയല്ലേ വേണ്ടത്, ഉള്ളവന് കൊടുക്കാതിരിക്കുകയല്ലേ വേണ്ടത്? നോ, ഇതിവിടുത്തെ റൂട്ട് അങ്ങനല്ല. കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവന് കൂടുതൽ കൊടുക്കും, വെറുതെ ഇരിക്കുന്നവന് ഉള്ളതും കൂടെ അങ്ങ് എടുത്തു കളയും. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു കാര്യത്തിനായി നിരന്തരം പോരാടുന്നവനെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. വിദ്യാഭ്യാസം കുറവാണോ? സാഹചര്യങ്ങൾ കുറവാണോ? പിന്തുണയ്ക്കാനുള്ള ആൾക്കാർ കുറവാണോ? എന്ത് ചെയ്യണമെന്നറിയാതെ കിടന്ന് സങ്കടപ്പെടുകയാണോ? പേടിക്കണ്ട. പോരാട്ടത്തിനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ, നീ പോരാടാൻ തയ്യാറാണെങ്കിൽ, ഈ പുള്ളിയേക്കാൾ നീ ആയിരിക്കും വിജയിക്കുന്നത്. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, എത്ര കഴിവുള്ളവനായാലും അവൻ അവിടെ അതും കൊണ്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ, നിരന്തരം പോരാടുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇയാളെക്കാൾ കൂടുതൽ ഇവൻ ജയിച്ചിരിക്കും. കുറേ നാളിന് മുമ്പ് എൻ്റെ അടുക്കൽ 2 യുവ ശുശ്രൂഷകന്മാർ വന്നു. പ്രാർത്ഥിച്ച് ദൈവാലോചന കേൾക്കാനും ഞങ്ങൾ എങ്ങനെ മിനിസ്ട്രി മുന്നോട്ട് മൂവ് ചെയ്യണം എന്നൊക്കെയുള്ളതായ കാര്യത്തിന് വേണ്ടിയാണ് അവർ വന്നത്. അതിലൊരാൾ വളരെ ദൈവാലോചനയെല്ലാം കേട്ട് ഇങ്ങനെ ദൈവസ്ഥനെ സമർപ്പിച്ചിരിക്കുമ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ഇനി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുള്ളതായ ദൈവശാസ്ത്ര ബിരുദങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇത്രയും വേദശാസ്ത്ര ബിരുദങ്ങളുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു അതെ. എന്നിട്ട് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, പാസ്റ്റർ എനിക്ക് ഇത്രയും വിദ്യാഭ്യാസവും പരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ പാസ്റ്റർ നമ്മുടെ അത്രയും പോലും വേദപുസ്തകത്തിൽ അറിവില്ലാത്ത, ഒരു വിവരവും വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവനൊക്കെയാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. ഇന്ന് കയറി തകർക്കുന്നത് നമ്മൾക്ക് ഇന്നും എങ്ങും എത്താതിരിക്കുക പാസ്റ്ററെ. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കുഴപ്പമാണോ നിങ്ങളുടെ കുഴപ്പമാണോ? അവിടെയാണ് കാര്യങ്ങൾ തിരിയുന്നത്. അത് ദൈവത്തിൻ്റെ കുഴപ്പമാണോ നിങ്ങളുടെ കുഴപ്പമാണോ? വിദ്യാഭ്യാസമുള്ള, കഴിവുള്ള, സാധ്യതകളുള്ള നീ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ദൈവമാണോ നീയാണോ? ഇന്നത്തെ പ്രവചനത്തോട് ശക്തമായി ചോദിക്കുകയാണ്, ആരാണ് അതിൻ്റെ റീസൺ? ആരാണ് അതിൻ്റെ കാരണക്കാരൻ?
അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ വയ്യാതായിപ്പോയി. ഞാനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിന്നയാകും, ദൈവമാണെന്ന് പറയാനും പറ്റത്തില്ല. കാരണം അത്രയും പഠിക്കാനും കാര്യങ്ങൾക്കെല്ലാം അവസരങ്ങളെല്ലാം കർത്താവ് നൽകി. പിന്നെ എന്താ പറയുക? കഴിവുള്ളവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കഴിവുമില്ലാത്തവൻ കയറി, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെളിവും വെള്ളിയാഴ്ചയും വിവരവും ഇല്ലാത്തവൻ കയറി തകർക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇവൻ പോരാടുന്നുണ്ട്. അതതിൻ്റെ കാര്യം. നിങ്ങളെക്കാൾ യോഗ്യത കുറഞ്ഞവർ നേടുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ അവർ എവിടെയോ പോരാടുന്നുണ്ട്. നിങ്ങളെക്കാൾ അധികമായി മറ്റൊരാൾ ഉയരുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കാൾ കൂടുതൽ എവിടേക്കോ പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളെക്കാൾ നല്ല നിലയിൽ ചിലർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കാൾ കൂടുതലായി ഫോളോ ചെയ്യുന്ന ചില മൂല്യങ്ങളുണ്ട്. തിരിച്ചറിയണം ഇത്. നല്ല നിലയിൽ പരിശ്രമിച്ച് പോരാടുന്നവൻ കഴിവുള്ളവനേക്കാൾ പ്രയോജനപ്പെടും. ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ബലഹീനരെ ദൈവം തിരഞ്ഞെടുക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷന്മാരെ തിരഞ്ഞെടുക്കും. ഉള്ളതിനെ ഇല്ലാതാക്കാൻ നികൃഷ്ടവും ഏതുമില്ലാത്തതും ദൈവം തിരഞ്ഞെടുക്കും. എന്നിട്ട് തൻ്റെ കൈകളിൽ എത്തുന്നതിനെ ദൈവം ഒരു അത്ഭുതമാക്കി കൊണ്ട് മാറ്റും. ഞാൻ തോറ്റവനാണെന്നുള്ളതിൻ്റെ പേരിലോ, ഞാൻ വീണുപോയവനാണെന്നുള്ളതിൻ്റെ പേരിലോ, എനിക്കത്ര അറിവില്ലെന്നുള്ളതിൻ്റെ പേരിലോ, എനിക്കത്ര കഴിവില്ലെന്ന് പറയുന്നതിൻ്റെ പേരിലോ നീ പുറകോട്ട് പോകരുത്. നീ പുറകോട്ട് പോകരുത്. അതുള്ളവനേക്കാൾ അധികമായി നീ പോരാടാൻ തയ്യാറായിക്കേ. അവർ നേടുന്നതിലും അധികം നീ നേടും. അവർ കൈകാര്യം ചെയ്തതിലും അധികം നിന്റെ കരകലകളിലെത്തും. ജീസസ്. കഴിവുകേടിന്റെ പേരിൽ വെറുതെ ഇരിക്കാം. കഴിവുള്ളവൻ കഴിവ് കെട്ടവൻ അരങ്ങ് തകർക്കുന്നെന്നും പറഞ്ഞും വെറുതെ ഇരിക്കാം. ഈ രണ്ട് കൂട്ടരും വെറുതെ ഇരിക്കും. എന്നാൽ പോരാടുന്നവൻ രംഗത്ത് വരും. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം കഴിവുണ്ടോ എന്നുള്ളതല്ല, കഴിവില്ലയോ എന്നുള്ളതല്ല, പോരാടുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അത് ധനപരമായ കാര്യത്തിലായിക്കൊള്ളട്ടെ. ഒരു വരുമാനം മാത്രം, അത് ഇരട്ടിപ്പിക്കാൻ നോക്കുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പല വഴികളിലൂടെ സാമ്പത്തിക ആസൂത്രണം നടത്താൻ നോക്കുക. വലിയ ബുദ്ധിമുട്ടുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്ന ദമ്പതികളുടെ സംസാരിക്കുമ്പോൾ ഹസ്ബൻഡ് മാത്രമാണ് ജോലി ചെയ്യുന്നത്. ഭാര്യ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടുംബകാര്യങ്ങളുമായിട്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ രാവിലെ ഒരു 10 മണിയാക്കിയാകുമ്പോൾ സ്കൂളിൽ പോയാൽ പിന്നെ വൈകുന്നേരം ഒരു 3-3:30 അവർ തിരിച്ചു വരും. അതുവരെ ഞാൻ ഫ്രീ ആണ് പാസ്റ്ററെ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ അന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന നല്ലതാണ്, പക്ഷെ നീ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, ഒരാളുടെ മാത്രം വരുമാനം കൊണ്ട് നിന്റെ ജീവിതം ഇത്രയേ ഉയരത്തുള്ളൂ. പക്ഷെ നിനക്കൂടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നീ അത് ചെയ്യണം. അപ്പോൾ ചോദിച്ചാൽ അതെന്താ? 1 by 1 ആയിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന 800-ലധികം കാര്യങ്ങളുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഒരു വീട്ടമ്മയ്ക്ക്, സാധാരണക്കാരിയായിരിക്കുന്ന ഇന്ന് കേരളത്തിലെ ഒരു നാട്ടിൻപുറത്തുകാരിയായ വീട്ടമ്മയ്ക്ക് വരുമാനമുണ്ടാക്കാൻ അവൾക്ക് ചെയ്യാവുന്ന 800-ലധികം തൊഴിൽദായകമായ അല്ലെങ്കിൽ വരുമാനദായകമായിരിക്കുന്ന സ്വയം തൊഴിലുകളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. നിങ്ങൾ കണ്ടെത്തണം. അതോടെ ഞാൻ പറഞ്ഞു തരണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തെ വിപുലീകരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വത്തിൽ, നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്ന ആ ഒരു പദ്ധതിയുടെ നടുവിൽ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ നിങ്ങൾ ഇറങ്ങേണ്ട നാഴിക, പോരാടേണ്ട നാഴിക ഇതാണ്. ഈ അടൂരിനപ്പുറത്തുനിന്ന് ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. 2 പെൺപിള്ളേരും ഭർത്താവും, ഇത് അവരുടെ കുടുംബം. ഇവർ വന്നിരുന്നിട്ട് അങ്ങ് കരഞ്ഞു കുറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടെ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഒന്നും പറയല്ലേ, ഞാൻ കരഞ്ഞതൊന്ന് പറഞ്ഞോട്ടെ. ഞാനും വൈഫും കൂടെ മിണ്ടാതിരുന്നെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്, കയ്യിൽ ഒരു പൈസയില്ലായിരുന്നു. എൻ്റെ കെട്ടിയോൻ ചുമടെടുക്കുന്ന ആളാണ് പാസ്റ്ററെ. അയാൾ ചുമടെടുക്കാൻ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ അയാൾക്ക് വയറ് നിറച്ച് ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറയും, ചേട്ടൻ വന്നേ, ഞാൻ അവിടെ പോയി
കുറച്ച് ഇഷ്ടിക ഉണ്ടാക്കാനുള്ള മണലെല്ലാം കോരി വെച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവിടെ കുറെ കല്ല് ഞാൻ പറക്കി കൂട്ടിയിട്ടുണ്ട്, വന്നേ എടുത്തേ. പാസ്റ്ററേ, ഞങ്ങൾ ഇന്ന് ജീവിക്കുന്ന വീടുണ്ടല്ലോ പാസ്റ്ററേ, ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതാ. ഇപ്പം എനിക്ക് അറിയാവുന്ന തൊഴിൽ, അവരുടെ പോളിഷിങ്ങിൻ്റെ വർക്ക് എനിക്കറിയാൻ തുടങ്ങി. വുഡ് പോളിഷ് ചെയ്യുന്ന വർക്ക്. ഞാനും വൈഫ് എഴുന്നേറ്റ് കൈയടിച്ചു അവരുടെ ആ ഒരു സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ. മിടുക്കി. ഒറ്റയ്ക്കിരുന്ന് നേരം കളയല്ല, അവൾ രംഗത്തിറങ്ങിയാണ് പോരാട്ടത്തിന് വേണ്ടി. അതിജീവനം, പോരാട്ടം, സാമ്പത്തിക സ്വാതന്ത്ര്യം, മികച്ച ഭവനം, സ്റ്റാറ്റസുള്ളൊരു ജീവിതം, രുചികരമായ ആഹാരം, സമൂഹത്തിൽ നല്ല നിലയിൽ മക്കളുടെ ഭാവി, ഇതൊക്കെ നേടണമെങ്കിൽ നല്ല പോരാട്ടം ആവശ്യമുണ്ട്. നല്ല പോരാട്ടം, രംഗത്തിറങ്ങേണ്ടതായിട്ടുണ്ട് നീ. ജീസസ്. എന്നും പോരാടുന്നവൻ എന്നും സ്വയം മെച്ചപ്പെടുത്തുകയാണ്. മാർഷൽ ആർട്സിലെ ഏറ്റവും പ്രഗത്ഭനായ അഗ്രഗണ്യനായ ഒരു മനുഷ്യനാണ് ബ്രൂസ് ലീ. ബ്രൂസ് ലീ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിന്ന് ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഫൈറ്റിങ്ങിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ബോധായിൽ 1000 അടവുകൾ പഠിച്ച ഒരുത്തനെ എനിക്ക് ഭയമില്ല. 1000 അടവുകൾ പഠിച്ച ഒരുവനെ എനിക്ക് ഭയമില്ല. നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ, കരാട്ടെ പഠിക്കും, കുംഫു പഠിക്കും, തൈക്കോണ്ട പഠിക്കും, മൂതായി പഠിക്കും, കരാട്ടെ പഠിക്കും, എല്ലാം പഠിക്കും. പക്ഷേ ധൈര്യമുള്ളവൻ ഒരു വാക്ക് പറഞ്ഞാൽ ചുരുണ്ട് വീട്ടിൽ പോവുകയും ചെയ്യും പേടിച്ച്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. എന്നാൽ ബ്രൂസ് ലീ പറഞ്ഞൊരു കാര്യം അതല്ല. അയാൾ പറഞ്ഞു, എനിക്ക് 1000 അടവുകൾ പഠിച്ച ഒരുത്തന്നെ ഭയമില്ല, പക്ഷേ ഒരടവ് 1000 തവണ പരിശീലിച്ചവൻ എനിക്ക് ഭയമാണ്. അവൻ അപകടകാരിയാണ്. ഒരു കാര്യം 1000 തവണ പരിശീലിച്ചവൻ അവൻ അപകടകാരിയാണ്. നിരന്തരമായി ഒരു കാര്യത്തിനായി പോരാടുന്നവൻ അവനെ തന്നെ മെച്ചപ്പെടുത്തുകയാണ്. എന്നും പോരാടുന്നവൻ അവനെ തന്നെ മെച്ചപ്പെടുത്തുകയാണ്. എന്നും പ്രവചിക്കുന്നവൻ എന്നും അവൻ്റെ പ്രാവചനിക ശുശ്രൂഷയെ ഷാർപ്പാക്കുകയാണ്. അതിൻ്റെ ഹൈ ഡയമെൻഷനിലേക്ക് അവൻ ചെല്ലുകയാണ്. അതിൻ്റെ ഡീപ്പായിട്ടുള്ള റലങ്ങളിലേക്ക് അവൻ ഇറങ്ങുകയാണ്. ജീസസ്. ഒരുപാട് അന്യഭാഷ പറഞ്ഞ് ഒത്തിരി ഒന്നും പോകേണ്ടതായിട്ട് വരത്തില്ല. അവനവിടെ കാണുമ്പോൾ കാര്യം പറയാൻ പറ്റും. കാരണം അത്രത്തോളം അത് ഉപയോഗിച്ച് ആ വ്യക്തിയിൽ അതങ്ങ് തെളിഞ്ഞു നിൽക്കുക. എന്നും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ രോഗശാന്തിയിൽ ശക്തനായിരിക്കും. എന്നും പ്രീച്ച് ചെയ്യുന്നവൻ അവൻ്റെ ശുശ്രൂഷ ഭയങ്കര എഫക്റ്റീവായിരിക്കും. ജീസസ്. എന്നും വർഷിപ്പ് ചെയ്യുന്നവൻ, അവൻ്റെ പാട്ട് കേട്ടാൽ അറിയാം അവൻ വഹിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ ശേഷി. ജീസസ്. അവൻ ഗാനമേളക്കാരനായിരിക്കത്തില്ല, അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാർത്ഥിച്ച് ഭൂമി കൊണ്ടുവരുന്നവനായിരിക്കും. ജീസസ്. അവിടെ കയറി പാട്ടുപുസ്തകം തപ്പിയിട്ട് ഏത് പാട്ട് പാടണമെന്ന് നോക്കി നിൽക്കുന്ന പരിപാടി ആയിരിക്കത്തില്ല. അത് കയറുന്നത് വാ തുറക്കുമ്പോൾ ദൈവമഹത്വം ഒഴുകും. ജീസസ് ക്രൈസ്റ്റ്. എന്നും പ്രാർത്ഥിക്കുന്നവൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, അധിക നേരമൊന്നും പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. അവൻ്റെ 2 വാക്കിൽ കാര്യം നടക്കും. ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇതാണ് എന്നും വായിക്കുന്നവൻ. ഒരു വിഷയം കൊടുത്താൽ എപ്പോഴും വായിക്കുന്നവൻ. അവൻ ഒരു എൻസൈക്ലോപീഡിയ വായിക്കുന്നത് പോലെ അതിനെക്കുറിച്ചുള്ളതായി വിവരങ്ങൾ പറയും. അല്ലാത്തവനോ ബബബ വെക്കും. എന്നും പോരാട്ടം, എന്നും പോരാട്ടം. പഠിക്കുന്ന കാര്യങ്ങൾ അന്നൊന്ന് വീട്ടിൽ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി അധ്യാപകൻ ചോദിക്കുമ്പോഴേ മണിമണിയായിട്ട് ഉത്തരം പറയും. ഇല്ലാത്തവനോ എഴുന്നേറ്റ് നിന്ന് മാനത്തോട്ട് നോക്കും. ജീസസ്. അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നതിനെ ഞാൻ നോക്കും. നിനക്ക് ഏത് മേഖലയിലാണ് ശ്രേഷ്ഠത തെളിയിക്കേണ്ടത്, ഏത് മേഖലയിലാണ് നിന്റെ ജീവിതം വിപുലീകരിക്കേണ്ടത്, അതിൽ നിരന്തര പോരാട്ടത്തിന് തയ്യാറാകണം. ഒരു ദിവസം ഒരു അരമണിക്കൂർ വെച്ച് നീ നിന്നെ തന്നെ പ്രാക്ടീസിനായിട്ട് മാറ്റിവെച്ചാൽ ലോകത്തൊരുത്തർക്ക് തോപ്പിക്കാൻ വയ്യാത്ത നില ഇതിനെ കായ്ത്തരാൻ പറ്റും. കീബോർഡ് പഠിക്കാൻ പോകുന്നു, ആഴ്ച 2 ക്ലാസ്സോ 1 ക്ലാസ്സോ 2 ക്ലാസ്സോ ഉണ്ടായിരിക്കത്തുള്ളൂ. വീട്ടിൽ വന്നു കഴിയുമ്പം ആ നൊട്ടേഷനെ നോട്ട്ബുക്കും മടക്കി വെച്ചിട്ട് അതിലേ നടന്നിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിന് തലേദിവസം വൈകിട്ടിരുന്ന് വായിക്കുന്നവൻ അവൻ സ്റ്റേജിൽ കയറി നിന്നാൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അവൻ്റെ വിരലുകൾ ഒരിക്കലും വിസ്മയമായി തീരത്തില്ല. ചിത്രകല പഠിക്കുന്നവൻ എന്നും വരയ്ക്കുന്നവൻ്റെ കൈ വഴങ്ങും, എന്നും എഴുതുന്നവൻ്റെ കൈ വഴങ്ങും. ജീസസ്. നിരന്തരമായി തന്നെ പരിശീലിപ്പിച്ചെടുത്താൽ
അതിൽ തികഞ്ഞതായി തീരും. ഒരു ലാംഗ്വേജ് പഠിക്കുന്നു, ഇന്ന് പഠിച്ചു നാളെ പിന്നെ എന്തെങ്കിലും നോക്കാം. നോ 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 ആ ബൈ ഹാർട്ടിങ് സ്കില്ലിനപ്പുറത്ത് അത് തന്നെ പ്രാക്ടീസ് ചെയ്താൽ അതിലങ്ങ് പ്രാഗൽഭ്യം തെളിഞ്ഞു വരികയാണ്. നിരന്തരം വെള്ളം കോരുന്ന കിണറിനകത്തെ വെള്ളം ശുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒഴുക്കുനീറ്റിൽ മാലിന്യമില്ലെന്ന്. എന്താ പറയാൻ കാരണം? നിരന്തരമായി ഒഴുകുകയാണ്, പുതിയതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം തോട്ടിലെ വെള്ളം കോരി കുടിക്കുക എന്നുള്ളതല്ല. നീ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. കണ്ട ആറ്റിലെ അഴുക്ക് വെള്ളം കയറി കുടിക്കുക എന്നുള്ളതല്ല. ഒഴുക്കുനീറ്റിൽ മാലിന്യമില്ല, നിരന്തരം എടുക്കുന്നതിനകത്ത് നൈർമല്യമുണ്ടാകും. അതാണ് അതിൻ്റെ അർത്ഥം. എന്നും വെള്ളം കോരുന്ന കിണർ, വെള്ളം കെട്ടിക്കിടക്കുന്ന വർഷങ്ങളായിട്ട് കിടക്കുന്ന വെള്ളമുള്ള കിണർ തേകിയാലേ കുടിക്കാൻ പറ്റത്തുള്ളൂ. നിരന്തര പരിശീലനം. അതുകൊണ്ടാണ് നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറയുന്നത്. പൗലോസ് പറയുന്നു 2 തീമോത്തിയോസ് 4:7-8, ഞാൻ നല്ല പോരാട്ടം പോരാടി, ഓട്ടം തികച്ചു. ജീസസ് എന്നും പോരാടുന്നവൻ എന്നും തന്നെ താൻ കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ്. താൻ ചെയ്യുന്ന ഏത് കാര്യത്തെയും അവൻ മികവുറ്റതാക്കി മാറ്റുകയാണ്. 1000 കാര്യങ്ങൾ ചെയ്യണ്ട, നീ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിനക്ക് മികവുള്ളവനായി തീരരുതോ? എനിക്കെല്ലാറ്റിനും കഴിവുണ്ട്, പക്ഷെ നിന്റെ ഒരു കഴിവ് പോലും ശോഭിച്ചിട്ടില്ല. താനും സർവകലാ വല്ലഭനാണ്, ഭാവനാ സമ്പന്നനാണ്, പക്ഷെ ഒന്നിലും പേരെടുത്തിട്ടില്ല. എല്ലാ ഇൻസ്ട്രുമെൻറ്റും വായിക്കാൻ അറിയാമായിരിക്കാം, പക്ഷെ ഒന്നുപോലും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യത്തില്ല. പാടാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും എല്ലാം അറിയാമായിരിക്കാം, പക്ഷേ ഇന്ന് വരെ അങ്ങനെ ശുശ്രൂഷയുള്ള കാര്യം ലോകത്തിനും കുഞ്ഞിനും അറിയത്തില്ല. പല കച്ചവടം അറിയാതിരിക്കാം, പക്ഷെ വീട്ടിലിരുന്ന് പത്രം വായനയാണ് പരിപാടി. നിർത്തിക്കൂ ഈ ഉഴപ്പം പരിപാടി. നീ നിന്നെ തന്നെ മികച്ചതാക്ക. നിന്റെ മേഖല ഏതാന്ന് കണ്ടെത്തി അവിടെ പോരാട്ടം കഴിക്കാൻ രംഗത്തിറങ്ങുക. നിന്റെ ജീവിതം മാറും. മത്സരിച്ചാൽ, മറ്റുള്ളവർക്ക് പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് നീ കയറും. ഞാനിന്ന് രാവിലെ ഈ ദൈവാലോചന പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ? അയാൾ ഒരു യുദ്ധകളത്തിലേക്ക് വന്നപ്പോൾ അയാൾക്ക് പറയാൻ കഥകളുണ്ടായിരുന്നു, അനുഭവ സാക്ഷ്യങ്ങൾ. അപ്പൻ്റെ ആടുകളുമായി ഞാൻ ഒരിക്കൽ വനാന്തരത്തിലായിരുന്നപ്പോൾ ഒരിക്കലൊരു സിംഹം വന്നു, മറ്റൊരിക്കലൊരു കരടി വന്നു. ഇപ്പോഴത്തെ ഈ മല്ലൻ വരുന്നു. എനിക്കത് വിഷയമല്ല, കാരണം നിരന്തര പോരാട്ടം എൻ്റെ രക്തത്തിലുള്ളതാണ്. എൻ്റെ ശരീരത്തിൻ്റെ വിയർപ്പിൻ്റെ ഓരോ കണങ്ങളും ആ കഥ പറയും. എൻ്റെ ജീവിതത്തിൻ്റെ ഉറക്കളപ്പിൻ്റെ ധാരാളം രാത്രികളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വായനയുടെ ഒരുപാട് ഓർമ്മ കനക്കുന്ന ദിനങ്ങളുണ്ട്. ജീസസ് കണ്ണുനീരിൻ്റെയും വേദനയുടെയും പ്രാർത്ഥനയുടെയും വായനയുടെയും വചനധ്യാനത്തിൻ്റെയും ദൈവശബ്ദത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അന്യഭാഷ പ്രാർത്ഥനയുടെയും നെടുമ്പാട് വീണുള്ള കരച്ചിലിൻ്റെയും ആത്മിക യുദ്ധങ്ങളുടെയും കഷ്ടം സഹിച്ചുള്ള ഒരുപാട് കഠിനാധ്വാനം സഹിച്ചുള്ളതായ വേദനകളുടെയും യാത്രകളുടെയും ഒരുപാട് അനുഭവങ്ങൾ എനിക്കും പറയാനുണ്ട്. പോരാട്ടം ചുമ്മാ പെട്ടെന്നൊരു ദിവസം കയറി വന്നതല്ല. എടുത്തുയർത്തി ഒരിടത്തോട്ട് വെക്കുന്നത് വരെയും നിരന്തരം അവൻ്റെ കരുണ വലിയതാണ്. ഏറെ കഴിവില്ലാത്തൊരു വ്യക്തിയായ എന്നെ, എൻ്റെ ജീവിതത്തെ മാറ്റി യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. ജീസസ് നിരന്തരമായ പരിശീലനം നിങ്ങളുടെ ലൈഫിനെ മാറ്റും. താങ്ക് യു ജീസസ്. ചിലപ്പോഴൊക്കെ ചക്ക വീണ മുയൽ ചാകും. നമ്മുടെ ജീവിതത്തിൽ ശിക്കാരി ശംഭുവായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ ശോഭിക്കും. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജയിച്ചെന്നുള്ളതായ ഒരു കാര്യത്തിൽ ആ വിജയങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. ജീസസ്. പക്ഷേ നിലനിൽക്കുന്ന വിജയങ്ങൾ, താൽക്കാലികമായ വിജയങ്ങൾ അങ്ങനെ കിട്ടിയാലും നിലനിൽക്കുന്ന വിജയങ്ങൾ നിലനിൽക്കുന്ന പരിശ്രമങ്ങളിലൂടെ മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ. നിനക്കൊരു സിംഹാസനം കിട്ടി, ആ സിംഹാസനത്തിൽ നിന്ന് നിന്റെ ഇരിപ്പിനെ മറ്റൊരുത്തനെടുത്ത് വലിച്ചെറിയാതിരിക്കണമെങ്കിൽ, നീതിയാൽ സിംഹാസനങ്ങളെ ഉറപ്പിക്കപ്പെടുന്ന ദൈവ പദ്ധതി നിനക്കൊരു പങ്ക് കിട്ടണമെങ്കിൽ, നീതിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ കയ്യൊപ്പ് നിന്റെ മേൽ വീഴണമെങ്കിൽ, താൽക്കാലിക ജയങ്ങളിൽ സന്തോഷിക്കാതെ നിരന്തര പരിശ്രമങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തയ്യാറാവുക. നിലനിൽക്കുന്ന വിജയങ്ങൾക്ക് നിലനിൽക്കുന്ന പരിശ്രമങ്ങൾ അനിവാര്യമാണ്. സാമ്പത്തിക ശക്തിയായി വളരണമെങ്കിൽ പെട്ടെന്നൊരു ദിവസം കോടീശ്വരനായാൽ നടക്കത്തില്ല.
പെട്ടെന്നൊരു ദിവസം ലോട്ടറി അടിച്ചാൽ പറ്റത്തില്ല. എന്നോട് ഒരാൾ പറഞ്ഞു, അയ്യോ ലോട്ടറി അടിക്കുകയായിരുന്നെങ്കിൽ പാസ്റ്റർ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടായിരുന്നു. ലോട്ടറി എടുക്കുന്ന പുള്ളി വന്ന് പ്രാർത്ഥിച്ചു കൊടുക്കാൻ, ഈ ലോട്ടറി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചതാ, ഇതടിച്ചാൽ ഞാൻ അങ്ങ് രക്ഷപ്പെടും. ഞാൻ ഇയാൾ രക്ഷപ്പെടത്തില്ല. അതിനാ പാസ്റ്റർ ഇത് ലോട്ടറി അടിച്ചാൽ ഞാൻ രക്ഷപ്പെടത്തില്ല. ഏറിയ നാൾ കഴിയും മുമ്പേ താൻ പിന്നെയും പാപ്പരാകും. അപ്പോൾ എങ്ങനെ ഈ പൈസയൊക്കെ ഉണ്ടാകുന്നേ? നിനക്ക് ലഭിക്കുന്ന 1 രൂപയാണേലും 10 രൂപയാണേലും 100 രൂപയാണേലും 1000 ആണേലും 10,000 ആണേലും അതിൻ്റെ പൂജ്യങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിൻ്റെ അനുസരിച്ച് കൃത്യമായൊരു സേവിങ്സ് നിനക്കുണ്ടെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൻ്റെ ഒരു ശീലമായിട്ടത് മാറിയാൽ മാത്രമേ നീ ധനികനാകത്തുള്ളൂ. ഇല്ലാത്തവൻ കാശുണ്ടാക്കുന്നവനെ കുറ്റം പറഞ്ഞ് തെക്ക് വടക്ക് നടക്കും. അച്ചടക്കത്തോടുകൂടെ തൻ്റെ സമ്പത്തിനെ വിനിയോഗിക്കാൻ പഠിച്ചവൻ പ്രബലനായി തീരും. ഇത് യാഥാർത്ഥ്യമാണ്. പണം പിശാചാന്നൊക്കെ പറഞ്ഞ പിന്നെ നമുക്കും പറഞ്ഞ് നടക്കാം. നോ. പരിശ്രമം, നിരന്തര പോരാട്ടം, കാര്യങ്ങളെ ചെയ്യാനുള്ള അറിവ്, തറവ് ഇതുണ്ടാക്കിയെടുക്കണം. നിരന്തരമായി ലഭിക്കുന്നതിനകത്തു നിന്നും ചെറുതാണെങ്കിൽ ചെറിയ തോതിൽ, വലുതാണെങ്കിൽ വലിയ തോതിൽ, അതൊരു മിഡിൽ ഏജിലാണെങ്കിൽ ആ നിലയിൽ ഏത് രീതിയിലാണോ നിന്റെ കൈകളിലേക്ക് വരുന്നത് അതിനെ കൃത്യമായി ക്രോഡീകരിച്ച് കോർത്തിണക്കി രൂപകൽപ്പന ചെയ്ത് കൊണ്ടുപോയി ഒരു സാമ്പത്തിക വൈഭവ മികവിലേക്ക് എത്തിക്കാൻ പരിശീലിച്ചാൽ മാത്രമേ സമ്പത്ത് കൈ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് വരുമ്പോഴേ ഒഴുകിപ്പോകും. നിരന്തരമായ പരിശീലനം. എന്ത് നിലനിൽക്കണോ അതിൽ നിലനിൽക്കുന്ന നിലയിലുള്ളതായ ഒരു പരിശ്രമം ആവശ്യമാണ്. നിലനിൽക്കുന്ന വിജയങ്ങൾ നിലനിൽക്കുന്ന നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങളെ ധൈര്യത്തോടെ ഏറ്റെടുക്കുക, അത് നിരന്തരമായി പോരാടിയ മനുഷ്യർക്ക് മാത്രം ഉണ്ടാകുന്ന സവിശേഷതയാണ്. ദൈവം ഒരു വലിയ ടാസ്ക് ഒരിക്കലും ഒരാളെ പെട്ടെന്ന് ഏൽപ്പിക്കത്തില്ല. ഞാനത് കണ്ടിട്ടില്ല. ദൈവം ഒരാളെ വലിയൊരു കാര്യം ഏൽപ്പിക്കുന്നത് അവൻ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തറവും മികവും ജയവും പരാജയവും എല്ലാം അനുഭവിച്ച് ഒരുവനായി വന്ന് നിൽക്കുമ്പോൾ മാത്രമേ കർത്താവ് അവൻ്റെ കയ്യിലോട്ട് ഗൗരവമായത് ഏറ്റെടുത്ത് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിന് വിചാരകനാക്കും. ജീസസ്, എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം പാസ്റ്ററെ. ജീസസ്, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയായിരുന്നു, ഇച്ചിരി സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട്. അവിടെ തന്നെ ഞാനാ വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരുന്നിട്ട് നമുക്ക് വലിയൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ കൂടെ ഇരിക്കാൻ ഞാനില്ല. എന്താ കാരണമെന്നോ? സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും എവിടെയെങ്കിലും ഇരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ആരും ദൈവത്തിൻ്റെ വലിയ ശക്തിയെ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയും വലിയ ശക്തിയും വലിയ കരവും കണ്ടിട്ടുള്ളവരെല്ലാം പോരാട്ടക്കളങ്ങളിൽ നിന്നിട്ടുള്ളവർ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. നിനക്കൊരു യുദ്ധമുണ്ടോ? അതിൽ നയിക്കാൻ ഞാൻ തയ്യാറാണ്. ജീസസ്, അടരാടണോ? എനിക്കതിൽ താല്പര്യമാണ്. ആയുധം മാറ്റിവെച്ചിട്ട് വിശ്രമിക്കാനുള്ള സമയം എൻ്റെ ജീവിതത്തിലായിട്ടില്ലെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ വലിയ ശക്തി ചലിക്കുന്നതൊക്കെയും നിരന്തരമായി പോരാടുന്നവർക്ക് വേണ്ടി മാത്രമാണ്. ജീസസ്, ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് ലഭിക്കുന്ന ചില വിജയങ്ങളുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ. ഒറ്റ രാത്രി കൊണ്ട്. ജോസഫ് ഒറ്റ രാത്രി വെളുത്തപ്പോൾ ആരായി? മന്ത്രിയായി. ആ ഒറ്റ രാത്രിയിലേക്ക് എത്തിപ്പെടാൻ കാലഘട്ടങ്ങളുടെ യാത്രയുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. ഇവിടെ തൊട്ട് മികച്ച ജീവിതത്തിൻ്റെ നിലവാരത്തിനായി ദൈവം നിന്നെ പ്രാപ്തനാക്കി തീർക്കുകയാണ്. ഈ ഒരു ഭാഗം കൊണ്ട് ഇന്നത്തെ മെസ്സേജ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഒരു രാത്രി കൊണ്ട് ദൈവം നിന്നെ ഉയർത്തും. പക്ഷെ ആ രാത്രി ഏതാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ആ രാത്രിയിലേക്ക് ഞാൻ എത്തുവോളം എനിക്ക് പകലുകളിൽ ഉറങ്ങാൻ നേരമില്ല. എന്നെ ഉയർത്തുന്ന രാത്രി എത്തുവോളം എനിക്ക് പോരാടേണ്ടതായിട്ടുണ്ട്. ഞാൻ നല്ല പോർ പൊരുതി. നന്നായിട്ട് ഞാൻ പൊരുതി.
എൻ്റെ മസിലുകൾ പറയുന്നു എനിക്ക് നന്നായിട്ട് പൊരുതാൻ കഴിയുമെന്ന്. എൻ്റെ ആയോധന വീര്യം പറയുന്നു ഞാൻ നന്നായിട്ട് പൊരുതിയെന്ന്. ജീസസ്, എൻ്റെ ഇപ്പോഴത്തെ ക്ഷീണം പറയുന്നു അത്രമേൽ കഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന്. ഞാൻ വെട്ടിപ്പിടിച്ച ഈ അതിരുകൾ എന്നോട് പറയുന്നു നിന്റെ പടയോട്ടങ്ങളുടെ പരിണിത ഫലമാണ് വിശാലമായ ഈ അതിർത്തികളെന്ന്. ഈ സിംഹാസനം പറയുന്നു നിരന്തരമായ പോരാട്ടത്താലാണ് ഇത് കാവൽ ചെയ്യപ്പെട്ടതെന്ന്. പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദൂത് കേൾക്കുന്ന ചിലരെ ദൈവം ഒരു സവിശേഷമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കാൻ പോകുകയാണ്. നാളുകളായി കഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി ജാഗരിക്കുകയും ഒരുപാട് വിജയങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത അനേകരെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആഴ്ച അവരുടെ അനുഗ്രഹങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ജീസസ് 12 തവണ OET എക്സാം എഴുതി പരാജയപ്പെട്ട് 13ാമത്തെ തവണ ജയിച്ചൊരു പെങ്കൊച്ചിനെ കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചു വിടുമ്പോൾ അവരോട് ചോദിച്ചു, പാസ്റ്റർ ഇത്തവണ നീ ജയിച്ചിരിക്കും. അപ്പോൾ അവളോട് ചോദിച്ചു, പാസ്റ്റർക്ക് എങ്ങനെ ഇത്ര ധൈര്യത്തോടെ പറയാൻ കഴിയുന്നു? നീ 12 തവണ എഴുതിയില്ലേ, അതുകൊണ്ട് ജയിക്കുമെന്നുള്ളതല്ല, നീ പോരാട്ടത്തിലടി വച്ചേ. നീ പോരാട്ടത്തിലാ. കിരീടം പോരാടുന്നവർക്ക് മാത്രമുള്ളതാണ്. ജീസസ്. മഴ 7ാം തവണയും പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് വേണ്ടിയാണ്. അനുഗ്രഹം പുലരുവോളം മല്ല് പിടിക്കുന്ന യാക്കോബിന് വേണ്ടിയുള്ളതാണ്. ജീസസ്. ഇനിയും മന്ത്രിപദത്തിലേക്കുള്ളതായ പ്രവേശനം കാരാഗ്രഹത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് വരെയും എത്തിയിരിക്കുന്ന ജോസഫിന് വേണ്ടിയുള്ളതാണ്. ഉയർത്തെഴുന്നേൽപ്പ് അരിമത്യയിലെ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടവന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ്. പ്രാർത്ഥിച്ചാലോ? അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഉന്നത നിയോഗങ്ങളിൽ ഞങ്ങൾക്ക് മെല്ലെ നടക്കാൻ മനസ്സില്ലെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓടാനുള്ള ബലം തരണം. ആഹാബിൻ്റെ രഥത്തിന് മുമ്പാകെ വയോധികനായ ഏലിയാവിന് ഓടാൻ കഴിഞ്ഞത് അങ്ങയുടെ കൈയുടെ ബലത്തിലാണെങ്കിൽ ആ കൈബലത്തിൽ ഞങ്ങൾക്കും ഓടാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ശക്തരാക്കാൻ കർത്താവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അമിത ബലം തരണമേ, അമിത ബലം തരണമേ, അമിത ബലം തരണമേ, അമിത ബലം തരണമേ, അമിത ബലം തരണമേ. കർത്താവേ, അമിതമായ ബലം തരണമേ, അമിതമായ ബലം തരണമേ. കാരണം എനിക്ക് അധികമായി പോരാടേണ്ടതായിട്ടുണ്ട്. അമിതമായ ബലം തരണമേ. പരിമിതമായതല്ല, അമിതമായ ബലം. ചെറിയ ബലമല്ല, അമിതമായ ബലം. കർത്താവേ, നിന്റെ അമിത ബലത്തിൽ എന്നെ ശക്തിപ്പെടുത്തുക. നിന്റെ അമിതമായ ബലത്തിൽ എന്നെ ശക്തിപ്പെടുത്തുക. ഓ കർത്താവേ, ഇന്ന് എന്നെ കേട്ട അങ്ങയുടെ മക്കളെ, ഇവരുടെ സമ്പത്തിനെ, ഇവരുടെ കുടുംബജീവിതത്തെ, ഇവരുടെ ശുശ്രൂഷയെ, ഇവരുടെ പ്രൊഫഷനെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. സജീവമായ റിസൾട്ടുകളെ സൃഷ്ടിച്ചെടുക്കാൻ നീ ഇവരെ ഇന്ന് സഹായിക്കും. പോരാട്ട വീര്യങ്ങളുടെ മുന്നേറ്റങ്ങളുടെ കാഹളമാണ് ഇന്ന് കേൾക്കുന്നത്. ജീവിതം ഒരിക്കൽ കൂടെ ശക്തമായി വിജയത്തിനായി ട്യൂൺ ചെയ്യാൻ നിന്റെ മക്കളെ നീ സഹായിച്ചിരിക്കുകയാൽ സ്തോത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്ന കാര്യം അറിയാവൂ. കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ IMA ഹാളിലാണ് നമ്മുടെ മിനിസ്ട്രി നടക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ചിലർ ചോദിക്കുന്നു അത് എവിടെയാണെന്ന്. നിങ്ങളുടെ കയ്യിലെ മൊബൈലിൽ IMA ഹാൾ കോട്ടയം എന്ന് ടൈപ്പ് ചെയ്താൽ ഗൂഗിൾ അതിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തരും. IMA ഹാൾ കോട്ടയം. ഇനി അതല്ല, വാഹനങ്ങളിൽ നേരിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പറഞ്ഞു തരാം. കോട്ടയത്ത് മനോരമ ജംഗ്ഷനിൽ നിന്ന് ലോഗോസ് ജംഗ്ഷനിലേക്ക് കടന്നു പോകുന്ന ഗുഡ് ഷെപ്പേർഡ് റോഡിൽ DC ബുക്സിന് തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം. ഗുഡ് ഷെപ്പേർഡ് റോഡിൽ DC ബുക്സിനോട് സമീപത്തായിട്ടാണ് IMA ഹാൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നത്. അപ്പം ഈ ആഴ്ച നമുക്ക് നേരിട്ട് കാണാം. ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.